എടാ ദേവ ഞാനാ. ആ മനസ്സിലായി. എടാ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അമ്മ അവിടെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ പ്രശ്നങ്ങൾക്ക് ക്ഷാമൊന്നും ഉണ്ടാവില്ലല്ലോ. എടാ എന്നെ വിമർശിക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചത്. ഇവിടെയുള്ളവര് എന്നെയും പ്രിയങ്കമോളെയും പട്ടിണി കെട്ടിരിക്കുക. അവരിനി ഭക്ഷണം തരില്ലെന്നാ പറയുന്നേ. അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. എടാ ഒരു കാരണവും ഇല്ല. നീ ഒരു കാര്യം ചെയ്യ്, ഒന്നുകിൽ പരമേശ്വരനെയോ പത്മിനിയോ വിളിച്ച് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കേ, അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം അവിടുന്ന് കൊണ്ടുപോവാ. അല്ല അമ്മേ, അമ്മയെ തിരക്ക് ഞാൻ പലവട്ടം അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അമ്മ എന്നെ നാണം കെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നെ മാത്രമാണോ? അത്രയും വലിയൊരു കുടുംബത്തിനെ ആളുകളുടെ മുന്നിൽ ഒന്നും അല്ലാതാക്കിയത് അമ്മയല്ലേ? ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് അവരിങ്ങനെയൊന്നും പ്രതികരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അമ്മ ഫോൺ വെച്ചോ, ഞാൻ ആരെയും വിളിക്കുന്നുമില്ല, ഇവിടുന്ന് ഭക്ഷണം കൊണ്ടുവരാനും പോകുന്നില്ല. എടാ നീയും വാശി കാണിച്ചു. എന്റെ കാര്യം വിട്ടേക്ക്. നിന്റെ മോളാ പട്ടിണി കിടന്ന് ചാവാൻ പോന്നേ. അത് ഞാൻ സഹിച്ചോളാം. ഇപ്പൊ സഹിക്കുന്നതിൽ അപ്പുറം ഇനിയൊന്നും വരാനില്ലല്ലോ. എനിക്കിങ്ങനെ ഒരു സങ്കടം വിളിച്ചു പറയാനേ ഇപ്പൊ നീയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ സങ്കടങ്ങളൊന്നും അമ്മ കേട്ടില്ലല്ലോ. ഇപ്പൊ അമ്മയുടെ സങ്കടം കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അമ്മ ഫോൺ വെച്ചോ. എടാ ദേവാ, ദേവാ. കണിമംഗലത്ത് അമ്മയ്ക്കും പ്രിയങ്കയ്ക്കും ഭക്ഷണം കൊടുക്കുന്നില്ല. ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാനാ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അവരെ നാണം കെടുത്തി രാധിക മോളെ അവിടുന്ന് ഇറക്കി വിടാതെ രണ്ടുപേർക്കും സമാധാനം കിട്ടില്ല. കുറച്ചു കഴിഞ്ഞ് വരുണെന്ന് വിളിക്കാം, കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അമ്മയുടെയും പ്രിയങ്കയുടെയും കൂടെ നമ്മൾ നിൽക്കില്ല എന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതാകെ ഒരു സമാധാനം.